റോമാരൂപതയുടെ എക്സോസിസ്റ്റ് ആയിരുന്ന ഗബ്രിയേൽ അമർത്തച്ഛൻ തൻ്റെ പുസ്തകത്തിൽ ആൻ എക്സോസിസ്റ്റ് ഹിസ്റ്റോറി അതിനകത്ത് പങ്കുവെക്കുന്ന ഒരു സാഹചര്യം, ക്ഷുദ്രപ്രയോഗങ്ങൾ, ആഭിചാര കർമ്മങ്ങൾ ആർക്കെങ്കിലും എതിരെ ചെയ്യപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് അതിൻ്റെതായ കുറച്ച് അസാധാരണമായ രീതിയിലുള്ള ഞെരുക്കം അനുഭവപ്പെടാം. ആ വ്യക്തി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ആ വ്യക്തി ജന്മിക്ക് പോകുന്നുമില്ല. പക്ഷെ ആ ഒരു വ്യക്തിക്കെതിരെ മറ്റാരെങ്കിലും ആഭിചാര ആൾക്കാരെ കൂട്ടിക്കൊണ്ട് സാത്താൻ സേവക്കാരുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ക്ഷുദ്രപ്രയോഗം ചെയ്യുമ്പം അതിൻ്റെതായ ഒരു ഞെരുക്കം അനുഭവപ്പെടാം. ഇതൊരു അസാധാരണ പൈശാചിക പീഡയുടെ 6 എണ്ണത്തിൽപ്പെട്ടൊരു കാര്യമല്ല. എങ്കിലും ഇത് നമുക്ക് ഒരു സംശയം വരുന്നൊരു കാര്യമാണ്. നമുക്കെതിരെ ആരെങ്കിലും ക്ഷുദ്രം പ്രയോഗിച്ചാൽ നമുക്ക് ഏൽക്കുവോ, നമുക്ക് ടേശുവോ എന്നൊരു ചോദ്യം പലപ്പോഴും പലരും ചോദിക്കാറുള്ളതാണ്. അതിന് ആഴപ്പെട്ട ഒരു ഉത്തരം പറയാനുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉള്ളു തുറന്നു കൊടുക്കാതെ ഒരു തിന്മയുടെ അരൂപിക്കും എന്നിലേക്ക് ഒരു പരിധിക്കപ്പുറം എന്നിലേക്ക് കയറാൻ പറ്റുകയില്ല, പിന്നെ എന്നെ ഒരു പരിധിക്കപ്പുറം ഞെരുക്കാനും പറ്റുകയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഏതെങ്കിലും വ്യക്തികൾ പൈശാചിക ശക്തികളോട് ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്താൽ അതിൻ്റെതായ ഒരു ഞെരുക്കം അനുഭവപ്പെടാം. ഇപ്പം അയൽപക്കത്തുള്ള ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് നിരന്തരം ഇങ്ങനെ കല്ല് പെറുക്കി എറിയുന്നു, മണ്ണ് വാരി എറിയുന്നു, ചെളി എറിയുന്നു. അപ്പോൾ അത് നമ്മൾ പെര അടച്ചിട്ടിരിക്കുന്ന നല്ല പെര നമുക്കുണ്ട്. എങ്കിൽ പോലും ആ വീടിൻ്റെ കതകിന്മേലും ടെറസയിലും ജനാലയിലും എല്ലാം അത് വീണച്ചിട്ട് അതിൻ്റെ സ്വരം നമ്മൾ കേൾക്കുന്നു, അതിൻ്റെ നിറം അല്ലെങ്കിൽ അതിൻ്റെ അഴുക്ക് കാണുന്നു. അങ്ങനെ ഡിസ്റ്റർബഡ് ആകുന്നൊരു അനുഭവം എന്ന് പറഞ്ഞ പോലെ ഉണ്ടാവാം. ഇത് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്നും അതിന് പ്രതിവിധിയില്ല. നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ആഭിചാര കർമ്മങ്ങൾ നമുക്കെതിരെ ആരും ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് അടുത്തും പറയാൻ പറ്റുകയില്ല. ഇനി ആരും അങ്ങനെ ആഭിചാരകർമ്മം ചെയ്യാനില്ലെങ്കിൽ പോലും സാത്താൻ അവൻ്റെ രീതി നമുക്കെതിരെ എപ്പോഴും പ്രവർത്തിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൻ്റെ സഹായം തേടിക്കൊണ്ട് ആരെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ നിരക്ക് നമുക്ക് അല്പം വരാം. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉള്ള് വചന വ്യക്തതയിൽ സൂക്ഷിക്കുക. ഒന്നാമത്തെ കാര്യം ഇവിടെ എന്ന് വെച്ചാൽ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നത്, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അങ്ങനെയുള്ള വചന വാഗ്ദാനങ്ങൾ വ്യക്തതയിൽ എടുത്തിട്ട് എന്തെല്ലാം ആരെല്ലാം ചെയ്താലും എനിക്കത് ഏശുകയല്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ വ്യക്തതയെടുക്കുക. ആ വ്യക്തതയിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് പ്രാർത്ഥന കുറച്ച് കൂടുതൽ പ്രാർത്ഥന എടുക്കുക. നമ്മുടെ ജീവിതത്തിൽ പാപം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക, ഉണ്ടാകുന്ന പാപം അപ്പം തന്നെ ഒഴിവാക്കുക. ഇത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവോ ചതവോ മുറിഞ്ഞിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരെങ്കിലും ചെളി വാരി എറിഞ്ഞാൽ, ചാണകം വാരി എറിഞ്ഞാൽ അതിലൂടെ നമുക്ക് അണുബാധ ഉണ്ടാകും. സോ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുമില്ല, ഒരു ചതവോ പോറലോ ഒന്നുമില്ല ശരീരത്തിൽ. അങ്ങനെയുള്ളൊരു വ്യക്തി ചെടി പറ്റിയാലെന്നല്ല, ചാണകക്കുഴിയിൽ ഇറങ്ങി കോരിയെടുത്ത് പണിതാൽ പോലും മുഴുവൻ ചാണകവും എല്ലാം മണ്ണും എല്ലാം പൊതിഞ്ഞാൽ പോലും ഒരു മുറിവ് പോലും ശരീരത്തിൽ ഇല്ല എങ്കിൽ അണുബാധ ഏൽക്കുകയില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ പാപം ഇല്ല എങ്കിൽ, പാപം ഒരു മുറിവാണ്, ആത്മാവിനെ മുറിപ്പെടുത്തുന്നതാണ് പാപം. മാരകപാപം മാരകമായ മുറിവാണ്, ലഘുപാപം ലഘുവായ മുറിവാണ്. അങ്ങനെയുള്ള മുറിവുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ, പാപത്തിൻ്റെ മുറിവുകളൊന്നും ഇല്ല എങ്കിൽ ഈ പൈശാചികമായ കാര്യങ്ങൾ എന്തെല്ലാം നമ്മുടെ പേർക്ക് ഇങ്ങനെ വന്നാലും അത് നമുക്ക് ഉപദ്രവം ആവുകയില്ല, വിശാലം കയറാൻ പറ്റത്തില്ല. നമ്മളെ ഒരു പരിധിക്കപ്പുറം അസ്വസ്ഥപ്പെടുത്താമെന്നുള്ളതല്ലാതെ നമ്മൾക്കൊരു പീഡയായിട്ട് കടന്നു വരാൻ സാധിക്കുകയില്ല. അതേസമയം അങ്ങനെ ക്ഷുദ്രപ്രയോഗങ്ങളൊക്കെ ആരെങ്കിലും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വീണ്ടും പറയുകയാണ്, പല വ്യക്തികൾ വന്ന് പ്രാർത്ഥനാ സഹായം ചോദിക്കുമ്പോൾ, അച്ഛാ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ അയൽപക്കത്തുള്ള ആൾക്കാർ ക്ഷുദ്രം ചെയ്യുന്നുണ്ട്, ആഭിചാരം ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ചില വ്യക്തികൾ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ തകർക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്, അത് അവിടെ വെച്ച് ഇങ്ങനെ സന്ദേശം കിട്ടി, ഞങ്ങൾക്കിത് അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ കേൾക്കാറുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് വരുന്ന ആഭിചാര കർമ്മങ്ങൾ. അപ്പോൾ അതിൻ്റെ പേടിയും അങ്ങനെ വരികയാണ്. അപ്പോൾ അതേപ്പറ്റി നമുക്ക് 2 കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന്, നമുക്ക് വ്യക്തത ഉണ്ടായിരിക്കണം. ഞാൻ തമ്പുരാൻ്റെ സംരക്ഷണയിലാണ്, തമ്പുരാൻ്റെ വചനവാഗ്ദാനമുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഇതൊന്ന്. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതം അവന് വന്ന് കയറാവുന്ന രീതിയിൽ മുറിവേറ്റതായിരിക്കാൻ, പാപത്തിന് മുറിവുള്ളതാകാൻ ഇടവരരുത്. നമ്മൾ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ്, ഭിന്നിപ്പാണ്, മിണ്ടുകയല്ല, അങ്ങനെ ഇരിക്കുന്ന ഒരു കുടുംബത്തിനെതിരെ ആരെങ്കിലുമൊക്കെ ആഭിചാര കർമ്മങ്ങൾ ചെയ്താൽ, ക്ഷുദ്രപ്രയോഗം ചെയ്താൽ അതിവിടെ ഏശാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, ഒരു വ്യക്തി കുമ്പസാരം ഒന്നുമില്ല, പാപത്തിൽ മുഴുകി ജീവിക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്കെതിരെ ആരെങ്കിലും ക്ഷുദ്രം ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഏശാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവിടെ പാപത്തിൻ്റെ അവസ്ഥ ഇപ്പം തന്നെ ഉണ്ട്, പാപത്തിൻ്റെ മുറിവുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ ഇവിടെ
തുറന്നു കിടക്കുകയാണ്, നേരെ ഒന്ന് കയറാനായിട്ട് സാധിക്കും. ഇത് ഒരു ശ്രദ്ധിക്കേണ്ട മേഖല, അറിഞ്ഞിരിക്കേണ്ട മേഖലയാണ്. ഞാൻ വീണ്ടും പറയാം, അത് നമ്മളൊരു ഭയത്തിലേക്ക് പോകാനല്ല, ഭാരപ്പെടലിലേക്ക് പോകാനല്ല. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്, തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അവിടെ നമുക്കെതിരെ ഒരു ക്ഷുദ്രപ്രയോഗം ചെയ്യാൻ ആരും പാടില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. മാത്രമല്ല, സാത്താൻ സേവയിൽ പോകുന്ന ആൾക്കാർ അവരുടെ ഒരു പുണ്യപ്രവൃത്തി പോലെ നിരന്തരം ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ ആഭിചാര കർമ്മങ്ങളും ഈ ക്ഷുദ്രപ്രയോഗങ്ങളൊക്കെ നിരന്തരം അവിടെ ഇവിടെ തരംഗം വിരങ്ങും എല്ലാം ചെയ്യുന്ന രീതികളുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപക്ഷെ അടി മാന്തി കഴിഞ്ഞാലും മുറ്റത്തൊക്കെ മാന്തി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള വസ്തുക്കൾ കിടപ്പുണ്ടാവും. അപ്പോൾ അത് തീർത്ത് കളയുക, അത് ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് നമുക്ക് ആരെക്കൊണ്ടും പറ്റുന്ന കാര്യം പോലും അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമുക്കതേപ്പറ്റി പിന്നീട് കുറച്ച് ചിന്തിക്കാം. അതുകൊണ്ട് ഇവിടെ നമുക്ക് എടുക്കാനുള്ളത്, ഒന്ന്, ദൈവത്തിൻ്റെ വചന വാഗ്ദാനം സംരക്ഷണമായിട്ട് ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നുള്ളത് എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടയവനുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവനാണെന്നുള്ള 1 യോഹന്നാൻ 4:4 വചനം നമുക്കറിയാം. ആ ഒരു സാന്നിധ്യം ഉറപ്പാക്കുക. പ്രാർത്ഥന വഴിയായിട്ട് ആത്മശക്തി കൂടി എടുക്കുകയും ചെയ്യുക, പാപത്തിന് സാന്നിധ്യം ഒഴിവാക്കിക്കൊണ്ട്. അങ്ങനെ നീങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു മേഖലയുടെ ഉപദ്രവം നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അനേക വ്യക്തികൾ ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ഒരു സെഷനിൽ, ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതിൻ്റെ ബാക്കിയായിട്ട് കണ്ട കാര്യമാണ്. നമ്മൾ അസാധാരണ ഇടപെടലുകൾ സാത്താൻ്റേത്, പിശാചിൻ്റേത് 6 ഇനമുണ്ടെന്ന് നമ്മൾ പറയുകയുണ്ടായി. നമുക്കതിൽ ഒന്നാമത്തേലേക്ക് ഇപ്പോൾ ഒന്ന് കടന്നു വരാം. അത് വ്യക്തിയുടെ മേലുള്ള പൈശാചിക പീഡയാണ് നമ്മൾ സൂചിപ്പിച്ച് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പല കാരണങ്ങളെ കൊണ്ടുണ്ടാവാം. ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം അതിനകത്ത് പ്രസക്തമാണ്. എന്നുവെച്ചാൽ ദൈവം അനുവദിച്ചിട്ട് വ്യക്തിയുടെ മേലുള്ള പീഡ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആശയം എന്താണ്? ഒരു വ്യക്തിക്ക് തന്നെ പൈശാചികൾ ഉപദ്രവിക്കുന്നതായിട്ട്, ആക്രമിക്കുന്നതായിട്ട്, തടസ്സപ്പെടുത്തുന്നതായിട്ട്, ശല്യപ്പെടുത്തുന്നതായിട്ട് പല രീതിയിൽ അനുഭവങ്ങളുണ്ടാകുന്നു. ദൈവം അനുവദിച്ചിട്ടുണ്ടാകുന്ന അനുഭവങ്ങളുടെ നല്ല ഉദാഹരണമാണ് നമ്മൾ 2 സെഷൻ മുമ്പ് എബ്രാസ്യാമ്മയുടെ ലിഖിതങ്ങളിൽ നിന്നും ഞാൻ വായിച്ച് കേൾപ്പിച്ചത്, 35-ാം കത്തിൽ എന്നുള്ളത്. അതുപോലെ എബ്രാസ്യാമ്മയുടെ ലിഖിതങ്ങളിൽ ഒരുപാട് കത്തുകളിൽ ഈ സംഭവങ്ങൾ എബ്രാസ്യാമ്മ തന്നെ വിവരിക്കുന്നുണ്ട്. നമ്മൾ ഷാലോം ടി വിയിലെ ആ എബ്രാസ്യാമ്മയുടെ സീരിയൽ കണ്ട അവസരത്തിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് പിശാചുക്കൾ വന്ന് തട്ടിമറിച്ചിടുന്നതും, സ്റ്റെപ്പേ താഴേക്ക് ഉരുട്ടിയിടുന്നതും, ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രം തട്ടിക്കറിയുന്നതും, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥനാ പ്രശ്നം തട്ടിക്കളയുന്നതും, വായിൽ കല്ല് കൊണ്ട് കുത്തിക്കയറ്റുന്നതും, ഭക്ഷണത്തിനകത്ത് അഴുക്ക് കൊണ്ട് ഇടുന്നതും, കല്ലിടുന്നതും, പിന്നെ മുറിക്കകത്ത് കെട്ടിയിടുന്നതും, അങ്ങനെ മേശയും കട്ടിലും ഒക്കെ മറിച്ചിടുന്നതും, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് ബാഹ്യമായിട്ട് പിശാചുക്കൾ ചെയ്യുന്നതായിട്ട് തന്നെ എബ്രാസ്യാമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഇതെല്ലാം എബ്രാസ്യാമ്മയെ കേന്ദ്രീകരിച്ചുള്ള പൈശാചിക പീഡകളായിരുന്നു. ഇതുപോലെ തന്നെയാണ് മറിയം ത്രേസ്യായുടെ ജീവിതത്തിലും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ. നമ്മുടെ തന്നെ നാട്ടുകാരിയാണ്. മറിയം ത്രേസ്യായുടെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്. അത് നമ്മളൊന്ന് അടുത്ത് വായിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരുപാട് പീഡകൾ മറിയം ത്രേസ്യ ജീവിച്ച ആ വീടൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഉൾക്കാട്ടിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. ആ വീട്ടിൽ മറിയം ത്രേസ്യയെ ഇങ്ങനെ പിശാചുക്കൾ പീഡിപ്പിച്ചതും കിണറ്റി കൊണ്ടിട്ടതും ആ സ്ഥലങ്ങളും കിണറൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. ആ ഒരു ജീവചരിത്ര പുസ്തകത്തിൽ നാമകരണ നടപടികൾക്കുള്ള സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ അവിശ്വസനീയമായ കാര്യങ്ങൾ തന്നെയുണ്ട്. പിശാചുക്കൾ മറിയം ത്രേസ്യയുടെ ശിരസ്സ് ഛേദിച്ച് ഒരു കോളാമ്പിയിൽ വെച്ചുവെന്നും മാലാഖമാർ തിരിച്ചെടുത്ത് ചേർത്ത് വെച്ചുവെന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഛേദിച്ചതിൻ്റെ മുറിപ്പാട് ഇങ്ങനെ കഴുത്തിന് ചുറ്റും കുറേ ദിവസങ്ങളോളം കാണാനുണ്ടായിരുന്നു. അത് കണ്ടതായിട്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ സാക്ഷിപ്പൊക്കെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വിശദീകരണം നമുക്ക് ഒന്നും പറയാനായിട്ടില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ലാത്ത സംഭവങ്ങളൊക്കെ അനേക വിശുദ്ധരുടെ ജീവിതങ്ങളിൽ പൈശാചിക പീഡയുടെ ഭാഗമായിട്ട് നമുക്ക് വായിക്കാനും അറിയാനുമായിട്ടുണ്ട്. ജോൺ മരിയ വേരിച്ചൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിന് മുറിയിൽ ഇങ്ങനെ തട്ടുമുട്ടും കേൾക്കുന്നതും, അല്ലെങ്കിൽ കട്ടിന് തീയിടുന്നതും, കട്ടിലിന് തീ പിടിപ്പിക്കുന്നതും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പാതിരേബിയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാതിരേബിയോ ആയിരിക്കുന്ന ആശ്രമത്തിൻ്റെ മുറിയിൽ, അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഇങ്ങനെ രാത്രി തട്ടുമുട്ടും ബഹളവും, പിശാച് വന്ന് കയറിയിട്ട് പട്ടിയുടെ രൂപത്തിൽ മറ്റു രീതിയിൽ കടന്നു വന്നിച്ചിട്ട് അദ്ദേഹത്തെ ഉരുട്ടി മറിച്ചിടുന്നതും, തല്ലി മുറിവേൽപ്പിക്കുന്നതും, കസേര മേശയെല്ലാം മറിച്ചിടുന്നതും, ആ ബഹളമെല്ലാം കേട്ട് മറ്റു പ്രദേശത്ത് രാത്രി ഓടി വന്ന് കതക് തൊട്ട് തുറന്നു നോക്കുമ്പം പാതിരേബിയെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞും പൊട്ടിയും നിലത്തിങ്ങനെ വേർത്ത് കിടക്കുന്നു, കതച്ച് മേശയും കസേരയൊക്കെ മറിഞ്ഞ് കിടക്കുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ പാതിരേബിയുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിരുന്നു. അപ്പോൾ ഈ രാത്രിയിലുള്ള ഈ ബഹളം കാരണം പാതിരേബിയുടെ സഹോദരങ്ങൾ സുപ്പീരിയർ മക്കൾ പരാതിപ്പെടുന്നു, ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല ഈ ബഹളം കാരണം. പാതിരേബി അവർ സ്ഥലം മാറ്റുന്നുണ്ട്, വേറെ ആശ്രമത്തിലോട്ട് വിട്ടു. അവിടെ ചെല്ലുമ്പോഴും
അവിടെയും ഇതുപോലെ തന്നെ സംഭവം നടക്കുകയാണ്. അപ്പോൾ ഈ ആശ്രമത്തിലെ വിഷയം തീർന്നു. അപ്പോൾ ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഈ പീഡ വരുന്നത്. പാതിരേബിയയ്ക്കെതിരെ വ്യക്തിപരമായിട്ടാണ്. അവിടെയും പരാതി വന്നു കഴിഞ്ഞ് ഇങ്ങനെ പല സ്ഥലമാറ്റം വീണ്ടും വന്നു കഴിയുമ്പോൾ പാതിരേബിയ തമ്മിലോട് പറയും, ദൈവമേ ഇത് ഞാൻ ഈ പീഡ ഞാൻ സ്വീകരിച്ചോളാം, നീ എനിക്ക് അനുവദിക്കുന്നതാണല്ലോ. അവൻ്റെ കോപം ഞാൻ മനസ്സിലാക്കും, സാത്താൻ്റെ കോപം. പക്ഷേ എൻ്റെ സഹോദരങ്ങൾക്ക് ഇതുമൂലം ഉറക്കം നഷ്ടപ്പെടുന്നു, അവർക്ക് അസ്വസ്ഥ ഉണ്ടാകുന്നു, അവരെ ഒന്ന് സഹായിക്കണം, അതുകൊണ്ട് ഇതൊന്ന് മറ്റാരും അറിയാത്ത രീതിയിലൊന്ന് ആക്കി തരണമേ എന്ന് പറഞ്ഞ് പാതിരേബിയെ പ്രാർത്ഥിക്കുന്നതായിട്ടും അത് കഴിഞ്ഞ് ദൈവം അങ്ങനെ ക്രമീകരണം ചെയ്തു. പിശാചുക്കളെ ഉപദ്രവിക്കാൻ വരുന്ന അങ്ങനെ തന്നെ തുടർന്നു. പക്ഷേ ഒരു ബഹളമോ ഒച്ചപ്പാടോ ഒന്നും പുറത്തേക്ക് കേട്ടിരുന്നില്ല എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വിശുദ്ധരുടെ ലൈഫിൽ ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള പൈശാചിക പീഡകളുടേതാണ്. ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ദൈവം അനുവദിച്ചിട്ട് വരുന്ന അസാധാരണ ഇടപെടലുകളാണ്. അത് മുഴുവനും വലിയ വിശുദ്ധിയിലുള്ള വളർച്ചയ്ക്കും ദൈവാശ്രയത്തിനും എല്ലാം അതുവഴിയുടെ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ പറഞ്ഞതായ മറ്റ് അനുവാദങ്ങൾ, ഒരു വ്യക്തി പാപത്തിൽ മുഴുകി പോകുമ്പോൾ വരുന്ന പൈശാചിക പീഡ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ ആരെങ്കിലും ക്ഷുദ്രം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പീഡയുടെ അനുഭവം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് അല്ല അറിഞ്ഞ് ആത്മാവിനെ വിളിച്ചു വരുത്തിയിട്ട് അനുഭവപ്പെടുന്ന പീഡ അനുഭവം. ഒരു പെൺകുട്ടി പ്രാർത്ഥന ചോദിച്ച് വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതം സംഭവിച്ചത് പൈശാചിക അരൂപിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ മൊബൈൽ ഫോണിൽ കൂടെയൊക്കെ കയറി സൈറ്റുകളിൽ പോയി കയറി അവർ പറഞ്ഞെല്ലാം ചെയ്തങ്ങനെ പോയി. അവസാനം ഒരു പ്രത്യേക സ്റ്റേജ് വന്നപ്പം സാത്താനെ വിളിച്ച് തന്നിലേക്ക് അങ്ങോട്ട് കയറിക്കോളാൻ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് വിളിച്ചു. അത് മുതൽ ആ പെൺകുട്ടി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അവൾ വളരെ വിചിത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ മേരുന്ന ഉത്തരവാദിത്തപ്പെട്ട് കണ്ടപ്പോൾ അവളെ ജോലിയിൽ നിന്ന് അവർ മാറ്റി ആശുപത്രി അഡ്മിറ്റാക്കി പരിശോധനയൊക്കെ നടത്തി. പക്ഷേ ഒന്നും രോഗങ്ങളൊന്നും കാണുന്നില്ല, മാനസിക മേഖലയിലൊന്നും പ്രശ്നം കാണുന്നില്ല, ന്യൂറോളജി ഒന്നും വിഷയം കാണുന്നില്ല. അവിടുന്ന് പിന്നെ സ്ഥലം മാറ്റി വേറെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ വ്യക്തി എവിടെ ചെന്നാലും അവിടെ ഇങ്ങനത്തെ പെരുമാറ്റങ്ങൾ ഉണ്ടാകുകയാണ്, ഇതുപോലെയുള്ള പെരുമാറ്റങ്ങൾ വ്യക്തിയിലൂടെ. അപ്പോൾ അത് ആ വ്യക്തി സ്വയം വിളിച്ചു വരുത്തുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തമായ അടയാളങ്ങൾ കൂടി സംഭവങ്ങൾ കാണാനായിട്ട് പറ്റും. പിന്നെ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പല ആൾക്കാർ പങ്കുവെച്ച് കേട്ടിട്ടുള്ള ഈ വ്യക്തിയുടെ മേലുള്ള പൈശാചിക പീഡയുടെ ലഘുവായ ചില അനുഭവങ്ങളൊക്കെ അച്ഛനിങ്ങനെ പറയുമ്പോൾ ഇതൊരു ഭയത്തിലേക്ക് അസ്വസ്ഥതയ്ക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നിട്ട് നമുക്ക് നീങ്ങേണ്ട വഴിക്ക് നീങ്ങാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ പറയും രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ആരോ ദേഹത്ത് കയറി കിടക്കുന്ന പോലെ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് പിടിക്കുന്ന പോലെ ശ്വാസം പൊട്ടിക്കുന്ന അനുഭവപ്പെടുന്നു, കൈയും കാലും എല്ലാം ഇങ്ങനെ സ്റ്റിപ്പായിട്ട് അനങ്ങാൻ മേല, പക്ഷേ നല്ല ബോധമുണ്ട് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ മുറിയിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ അനുഭവപ്പെടുന്നു, അടുത്താരോ ഉള്ളതുമായിട്ട് എനിക്കൊന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഒന്ന് ശരീരത്തിൽ കയറി കിടന്ന് ലൈംഗികമായിട്ട് പോലും എന്തൊക്കെയോ ചെയ്യുന്ന പോലത്തെ അനുഭവം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കട്ടിലേ കിടക്കുന്ന ആൾ കട്ടിലയിൽ നേരെ വെളുക്കുമ്പം മുറ്റത്ത് കിടക്കുന്നു, തിണ്ണേ കിടക്കുന്നു, കട്ടിലേത് മറിച്ചിടുന്നു, കട്ടിലേ കിടന്ന് അശ്രദ്ധമായിട്ട് കിടന്ന് ഉരുണ്ട താഴെ പോകാം, അത് ശരിയാണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വ്യക്തിയുടെ മേലുള്ള പൈശാചിക പീഡയുടെ അടയാളങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ അതേപ്പറ്റി അതിനെന്താ ഒരു പ്രതിവിധി എന്നുള്ളത് നമ്മൾ പിന്നെ കാണും. എങ്കിൽ പോലും ഇപ്പോൾ ഇത്ര പറഞ്ഞു വരുമ്പം നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഇത് കേൾക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവൃത്തി വഴിയായിട്ടാണോ ഇത് വന്നിരിക്കുന്നത് അല്ലയോ എന്നൊരു ചിന്തിക്കുക. എൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും പ്രവൃത്തി ഞാൻ വിളിച്ചു വരുത്തിയതോ ഞാൻ പാപത്തിൽ ആഴപ്പെട്ട് മുഴുകി പോയതിന് ഫലമായിട്ടോ വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും അവിടെ വേഗം തിരുത്തുക. എത്രയും വേഗം പോയി നല്ലപോലെ ഒരു കുമ്പസാരിക്കുക. ആ ഒരുക്കമുള്ള കുമ്പസാരം നന്നായി നടത്താൻ വേണ്ടി ഒരു ധ്യാനം തന്നെ പോയി കൂടേണ്ട ആവശ്യമായിരിക്കും. അല്ലാതെ ചുമ്മാ തന്നെ കുമ്പസാരിക്കാൻ എളുപ്പമായിരുന്നു വരികയില്ല. നല്ലപോലെ ഒരുങ്ങി ഒരു ധ്യാനം കൂടി നല്ലപോലെ കുമ്പസാരിച്ച് ആശീർവാദം മേടിച്ചുകൊണ്ട് അവന് അവകാശം കിട്ടിയ അവസ്ഥ പൊത്തടയ്ക്കുക. ആ പഴുത് നമ്മൾ അടച്ചു കളയുക, പാപത്തിൽ മുഴുകി നീങ്ങാതിരിക്കുക. അതാണ് അങ്ങനെ ആ പാപത്തിൻ്റെ അവസ്ഥ വഴി നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ട് വന്ന ബന്ധനമാണെങ്കിൽ അല്ലെങ്കിൽ പീഡയാണെങ്കിൽ അങ്ങനെ ആ ഒരു പഴുത് അടയ്ക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വചനത്തിൻ്റെ വ്യക്തത എടുക്കുക, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുക. അതിന് ചെയ്യാവുന്ന നമുക്കറിയാം, ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നതിനുള്ള ഏറ്റവും പ്രകടമായ എളുപ്പമുള്ള നമുക്ക് സഭയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന വലിയൊരു മാർഗ്ഗമാണ് ദിവ്യകാരുണ്യ സ്വീകരണം. കുർബാനയെ സംബന്ധിച്ച് ക്രിസ്തു കുർബാന സ്വീകരിക്കുക, അത് ഒരുങ്ങി സ്വീകരിക്കുക എന്ന് വെച്ചാൽ ആവശ്യത്തിന് പതിവായിട്ട് കുമ്പസാരിച്ച് ജീവിതം വിശുദ്ധമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചു വന്ന് കുർബാനയെ സത്യയോടെ സംബന്ധിച്ച് ഈശോയെ സ്വീകരിച്ച് ഈശോയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക, ജീവിതത്തിലേക്ക് വരിക. അപ്പോൾ ഈശോ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമുക്ക് തിന്മയുടെ സ്വാധീനങ്ങളെ ദൂരീകരിക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ പ്രാർത്ഥന,
കുറച്ചൊക്കെ ഒരു പക്ഷേ കുറച്ച് നോയമ്പും ഉപവാസവും ഒക്കെ കൂടെ എടുത്ത് കുറേ നാളത്തേക്കെങ്കിലും ഈശോ പറയുന്നുണ്ടല്ലോ, ഉപവാസം പ്രാർത്ഥനകളുടെ മറ്റൊന്നുകൂടി വർക്കം പുറത്ത് പോവുകയാണ്. ആ ചിട്ടയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരിക. പഴയ പാപത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഇരട്ടി ജാഗ്രത എടുക്കണം. കാരണം തിന്മ പുറത്തു പോയത് വീണ്ടും തിരിച്ചു കയറാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. കാരണം അവൻ്റെ ഒരു വീടാണ്, ഇഷ്ടപ്പെട്ടൊരു വേദിയാണ് അവൻ നഷ്ടപ്പെട്ടു പോയത്. അത് തിരിച്ചു കിട്ടാനായിട്ട് നോക്കും. നമ്മൾ നേരത്തെ കണ്ടതായ മത്തായി 12:43 വാക്യങ്ങളിൽ ഒരു അശുദ്ധർമ്മ വിട്ടുപോയി കഴിയുമ്പം അത് അറിഞ്ഞു നടക്കുന്നു, ഒരിടത്തും കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വീണ്ടും വരുന്നത് തനിക്ക് അറിയാവുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നമ്മുടെ തിന്മയുടെ അരുവിയുടെ ദൂരീകരിച്ച് വിട്ട് കഴിയുമ്പോൾ അവർ ചുമ്മാ അങ്ങ് ഇറങ്ങി പോവുകയാണ്, നിവൃത്തിയിടത്തോട് ഇറങ്ങി പോകുന്നത്. അവർ പിന്നെ വന്ന് കയറാൻ നോക്കുമ്പോൾ ഈ അരുവികൾക്ക് എപ്പോഴും അവർക്ക് ശരീരമില്ല, നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അവർക്ക് ഉള്ള ഒരു വലിയ ക്രേവിങ് ഏതെങ്കിലും ശരീരത്തിലൊന്ന് കയറാൻ പറ്റുമോ, ഒരു വ്യക്തിയിലൊന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ, അത് അവരുടെ ഒരു വലിയ ക്രേവിങ്ങിൻ്റെ മേഖലയാണ്. പരിചയം, നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പം പണ്ടൊരിക്കലും ആ സ്ഥലത്ത് ചെന്നപ്പം ഒരു ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണം കഴിച്ചതിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ വീണ്ടും ആ സ്ഥലത്ത് നമ്മൾ ചെല്ലാൻ ഇടവരുമ്പം ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം നമ്മളത് ചിന്തിക്കുന്നത് ആ ഹോട്ടലിൽ പോയാലോ നമുക്കറിയാം എന്ന് പറഞ്ഞ പോലെ ഒരു തിന്മയുടെ സാന്നിധ്യം നമ്മൾ വിട്ട് നമ്മൾ മാറ്റിക്കളഞ്ഞാൽ അവൻ പിന്നെയും തിരിച്ച് കയറാനും ഇടപെടാനും നോക്കുമ്പോൾ അവൻ ആദ്യം പരിഗണിക്കുന്നത് ഈ പരിചയമുള്ള സ്ഥലം തന്നെയാണ്. ഞാൻ ഇറങ്ങിപ്പോകുന്ന വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും എന്നാണല്ലോ ഈ യശുത്താത്മ പറയുന്നതായിട്ട് മത്തായി 12:44 നമ്മൾ വായിക്കുന്നത്. അങ്ങനെ വശം അവിടെ നമ്മൾ നല്ല ജാഗ്രത എടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് കുറച്ച് കൂടുതൽ പ്രാർത്ഥന, ഇച്ചിരി നോയമ്പും ഉപവാസവും മാറി മാറിയൊക്കെ എടുത്ത് കുദാശ സ്വീകരണം നടത്തിക്കണം. അങ്ങനെ പോയാൽ നമുക്കതിനെ ദൂരീകരിക്കാനായിട്ട് പറ്റും. ഇനി അതൊന്നുമല്ല, മറ്റാരുടെയും ഇങ്ങനെയൊക്കെ ക്ഷുദ്രം പ്രയോഗം വഴിയായിട്ടൊക്കെ വരുന്നൊരു തിന്മയുടെ ഉദരം വ്യക്തിപരമായിട്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഈ പറഞ്ഞ കാരണങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പായാൽ നമ്മളവിടെ ഒരു തരത്തിലും കലങ്ങാതിരിക്കുക, പേടിക്കാതിരിക്കുക. എന്തെങ്കിലും പേടി അനുഭവപ്പെടുന്നു ആയിക്കോട്ടെ, അവൻ എന്നാ വേണം ചെയ്തോട്ടെ. നമ്മൾ വിശുദ്ധരെയൊക്കെ നോക്കുമ്പോൾ പൗഷ്ടികനയുടെ ഡയറിയിലും എബ്രാസേമയുടെ കത്തുകളിലൊക്കെ ആവർത്തിച്ച് കാണുന്നൊരു ശൈലിയുണ്ട്. ഈ പിശാചുക്കൾ അവരെ ഇങ്ങനെ പീഡിപ്പിക്കാനായിട്ട് അവരെ മുറിയിലൊക്കെ വന്നിട്ട് പീഡിപ്പിക്കാനായിട്ട് വരുമ്പോഴേക്കും ഈ പിശാചുക്കൾ ചിലപ്പോൾ വിളിച്ച് പറയും, നിന്നെ ഞാനിപ്പോൾ കടിച്ച് ചീന്തും. എബ്രാസേമയുടെ ഡയറിയിലൊക്കെ അതേപറ്റി സംഭവങ്ങളൊക്കെ അങ്ങനെ കാണാൻ പറ്റും. നിന്നെ ഇപ്പോൾ കടിച്ച് ചീന്തിക്കളയും, കടിച്ച് കീറും, മുറിയിൽ വന്നിട്ട് പറയുകയാണ്, അല്ലെ വഴി വെച്ച് തടഞ്ഞെടുത്തിട്ട് പറയുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എബ്രാസേമ ഒരു ഭയവും അസ്വസ്ഥയും കൂടാതെ ഈ പിശാചുക്കളോട് മറുപടി പറയുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, അങ്ങനെ സംഭവിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് സംഭവിച്ചോട്ടെ, നിങ്ങൾ ചെയ്തോ. അങ്ങനെ പറഞ്ഞ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തോട് ചേർന്നൊരു വ്യക്തി നിൽക്കുന്നത് കാണുമ്പോഴേക്കും തിന്മയുടെ അരികൾ അതുകൊണ്ട് തന്നെ വിട്ടുപോകും. നമ്മൾ ഭയപ്പെടുന്നു എന്ന് കാണുമ്പോഴാണ് തിന്മ കൂടുതലായിട്ട് നമ്മളെ ആക്രമിക്കുന്നത്. നമ്മൾ എന്നതാ വഴിയെ പോകുമ്പോൾ ഒരു ഗില്ലപ്പട്ടി കുറച്ചുകൊണ്ട് വന്നാൽ അവൻ നമ്മുടെ നേരെ നോക്കി കുറച്ചുകൊണ്ട് നിൽക്കുക, ഒരു തെരുവുപട്ടി. അത് കണ്ടിട്ട് നമ്മൾ ഓടിയാൽ തീർച്ചയാണ് പട്ടി പുറകെ വന്നിട്ട് നമ്മൾക്കിട്ട് കടിക്കും. അതേസമയം നമ്മുടെ പട്ടി കുരയ്ക്കുന്നത് കാണുമ്പോൾ അങ്ങോട്ട് ഇച്ചിരി ഞകുട്ടിക്കൊണ്ട് ചവിട്ടി കയറി ചെന്നിട്ട് പട്ടി എന്ന് പറഞ്ഞ് കയറി ചെല്ലാമെങ്കിൽ അത് കുറച്ചുകൊണ്ട് തന്നെ പുറകോട്ട് വിടും, അതിനെ ഓടിച്ചിടാൻ പറ്റും. യാക്കോബ് അവസരം പറയുന്നുണ്ടല്ലോ, പിശാചിനെ ചെറുത്ത് നിൽക്കുക, അവ നിങ്ങൾ ദൂരെ അകന്നുകൊള്ളും, ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കും. 91 സങ്കീർത്തനത്തിലും വചന വാഗ്ദാനം പറയുന്നത്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അപ്പോൾ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുക, വിശ്വാസത്തോടുകൂടെ ഈ തിന്മയുടെ സാന്നിധ്യങ്ങളെ സ്വാധീനങ്ങളെ നിർഭയത്തോടുകൂടെ ചെറുക്കുക. അപ്പോൾ എന്തെങ്കിലും അനുഭവങ്ങൾ ഇങ്ങനെ അനുഭവപ്പെടുന്നു, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മേത്ത് കയറി കിടക്കുന്നു, തൊണ്ടയ്ക്ക് ഞെക്കി പിടിക്കുന്നു, അല്ലെങ്കിൽ കൈയും തട്ടി മറിച്ചിടുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ വരുമ്പോൾ ഭയപ്പെടാതിരിക്കുക. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച കൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച കൊണ്ടല്ല, ഇങ്ങനെ മറ്റെന്തോ സാഹചര്യം കൊണ്ടാണ് ഇത് വരുന്നതെങ്കിൽ നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, നമ്മൾ പേടിക്കാൻ ഒന്നുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടും. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ഇവനിപ്പോൾ ഇങ്ങനെ കയറി ഇടപെടുന്നുണ്ട്, ആയിക്കോട്ടെ. അപ്പോൾ അവിടെ നമ്മൾ ഈ വിശുദ്ധരെടുക്കുന്ന അതേ നിലപാട് തന്നെ നമ്മൾ കരുത്തോടുകൂടി എടുക്കണം, ഭയമില്ലാതെ. പിന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ആ സമയത്ത് ഈ ഭയം മാറ്റിക്കളയാൻ നമ്മളെ സഹായിക്കുന്ന ദൈവവചനങ്ങളുണ്ടല്ലോ. നമ്മൾ പറഞ്ഞതായ ലൂക്ക 10:19 തിരുവചനം മനോഹരമായ കരുത്തുള്ള വചനമാണ്. അത് നമുക്ക് ഉരുവിട്ട് അത് പേടിച്ചുകൊണ്ടല്ല, വിശ്വാസത്തോടെ, ഇത് പാമ്പുകളുടെ തേളുകളുടെ ശത്രുവിൻ്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നിറക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നു, ഒന്നും ഉപദ്രവിക്കുകയില്ല. ഈ തിരുവചനം എന്നെ നിറവേറുന്നതിന് അവർ ദൈവമേ നന്ദി, ശത്രുവിൻ്റെ സകല ശക്തികളും ദൂരെ പോകട്ടെ, ഞാൻ ചവിട്ടി നടക്കും. അങ്ങനെ ആ വചനം ഉരുവിട്ടും വചനത്തിൻ്റെ വിശദാംശങ്ങൾ ആവർത്തിച്ച് പറഞ്ഞും അങ്ങനെ നമ്മൾ തിന്മയ്ക്കെതിരെ നിലപാടെടുത്ത് നീങ്ങണം. ഇതൊരു പോരാട്ടമാണ്. വചനത്തിൻ്റെ വാള് എടുക്കുക എന്ന് എഫേസോസ് 6 ആത്മീയ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ വായിക്കുന്നുണ്ടല്ലോ. വചനത്തിൻ്റെ വാളെടുക്കുക.
വാള് എപ്പോഴും തിരങ്ങും പെരങ്ങും ഉപയോഗിക്കാനുള്ളതാണ് ഒരു യുദ്ധം ചെയ്യുന്ന പടയാളിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളും ഈ വചനം ഇതുപോലെ ഉപയോഗിക്കണം. നമ്മൾ ഈ ഒരു പരമ്പരയുടെ ശീർഷകമായിട്ട് പൊതുവെ എടുത്തിരിക്കുന്നതായ 1 യോഹന്നാൻ 5:18-19 വാക്യങ്ങളിൽ ദൈവപുത്രൻ വന്നുവെന്ന് നമ്മൾ അറിയുന്നു. നാം ദൈവപുത്രനിലാണ്, അവിടെ നമ്മളെ സംരക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുകയില്ല. ഈ വചനം നമുക്ക് പറയും, ഞാൻ ദൈവപുത്രനിലാണ്, ദൈവപുത്രൻ എന്നെ വസിക്കുന്നുണ്ട്, അതുകൊണ്ട് ദുഷ്ടൻ എന്നെ തൊടുകയില്ല, നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വചനങ്ങൾ ഇങ്ങനെ നമ്മൾ ബോധപൂർവം ഉരുവിട്ട് പറഞ്ഞ് ആവർത്തിച്ച് അത് ആഘോഷിച്ച് അത് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ഇങ്ങനെ ഒരു പ്രക്രിയയിലൂടെ നമ്മൾ നീങ്ങണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇതൊരു യുദ്ധമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ് ആരംഭിച്ച് അങ്ങനെയാണല്ലോ, പോരാട്ടമാണ്. പൊരുതാൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് പൊരുതാതെ ഇരുന്നിട്ട് കാര്യമില്ല. പേടിച്ചോടിയാൽ നടക്കുകയില്ല. പിശാചിനെ ചെറുത്ത് നിൽക്കണം. ചെറുത്ത് നിൽക്കാതെ പേടിച്ച് നിന്നാൽ അവൻ നമ്മളെ വീണ്ടും വീണ്ടും പേടിപ്പിച്ച് കൊണ്ടുപോവുകയുള്ളൂ. നമ്മൾ ഏതെങ്കിലും അവൻ്റെ ഒരു പെരുമാറ്റം ഈ രീതി നമ്മുടെ മേലുണ്ടായാൽ നമ്മൾ പേടിക്കുന്നു, ഞടുങ്ങുന്നു, വിഷമിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ അത് അവൻ ആഘോഷിക്കാനുള്ള അവനൊരു അടയാളമാണ്. വീണ്ടും ഇങ്ങനെ തന്നെ പെരുമാറിയാൽ മതി. നമ്മൾ ചളുങ്ങും, നമ്മൾ പതറും, വീഴും എന്നവന് സൂചന കിട്ടുകയാണ്. അതേസമയം നമ്മൾ പതറുകയില്ല, ചളുങ്ങുകയില്ല, ഉള്ളിച്ച് പേടി തോന്നിയാൽ പോലും പുറമേ അതൊട്ടും കാണിക്കാതെ വചനം തന്നെ ഉരുവിട്ട് ഈശോയുടെ നാമം പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങാമെങ്കിൽ ഇങ്ങനെയുള്ള പീഡകൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ് പോകുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം വ്യക്തിയുടെ മേലുള്ള പൈശാചിക പീഡയുടെ ആ ഒരു അനുഭവമാണ് നമ്മൾ സൂചിപ്പിച്ചത്. വിശുദ്ധരുടെ അനുഭവങ്ങൾ ധാരാളം നമുക്ക് കാണാനായിട്ട് പറ്റും. ആ വിശുദ്ധരൊക്കെ വലിയ വിശുദ്ധരായിട്ട് വളർന്നവർ ഇതിൻ്റെ എല്ലാ ഇടയിലും നടുവിലും ദൈവത്തിന് മഹത്വം ഉണ്ടാക്കിക്കൊണ്ട്. അല്ലാത്ത നമ്മുടെ തന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള പല അനുഭവങ്ങൾ ചെറുതും വലുതും ഒക്കെ അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. നമ്മൾ എടുക്കേണ്ട നമ്മുടെ പെരുമാറ്റ ശൈലി നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അതനുസരിച്ച് നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.